മീൻ വാങ്ങാൻ പോവാണ്. ആ കുറത്തിലിടാനല്ലേ? പോവാന്നല്ലേ? ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഫിഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മോനൊരാഗ്രഹം, ഈ അക്വേറിയത്തിൽ ഒരു ഫിഷിനെ വാങ്ങിച്ചിടാം. പക്ഷേ ഈ അക്വേറിയത്തിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. 2 കൊല്ലമായിട്ട് അങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ, ലീക്ക് ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ഇത് ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചു. ഇതിനകത്ത് തെർമോക്കോൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി, ഒരു 2 കൊല്ലം മുമ്പ്. അപ്പോൾ ഇതെല്ലാം പൊളിച്ച് വൃത്തിയാക്കി കഴുകി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ദൗത്യം. എന്തായാലും വർക്ക് തുടങ്ങി. അതെന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. കൗതുകമായ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്തായാലും ഞാനും നദാൽ മോനും ക്ലീനിങ് വർക്കെല്ലാം തുടങ്ങി. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഫിഷുകൾ വളർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് ഫിഷാണ് വളർത്തുന്നത്, അത് നമ്മൾക്ക് വാങ്ങിച്ചിടാൻ പറ്റുന്ന ഫിഷാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. എന്തായാലും ബാക്കി ഇനി സ്ക്രബ്ബർ കൊണ്ടത് ക്ലീനിങ് ആണ് അടുത്ത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പശ ഉള്ളതൊന്നും പോയിട്ടില്ല. അപ്പോൾ അടുത്ത് സ്ക്രബ്ബർ കൊണ്ടുവന്നിട്ട് തേച്ചൊരുക്കി കഴുകുക. അപ്പോൾ കഴുകിയിട്ട് പശയെല്ലാം പോകുന്നുണ്ടായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത ഒരു ഇതെന്നുള്ളത് ലീക്ക് ഉണ്ടാകും. അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അക്വേറിയം ലീക്ക് ആകുമെന്ന് ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീനെ വാങ്ങാൻ പോകാം, മീനെ വാങ്ങിച്ചിടാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത്. എന്തായാലും തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തത് വെള്ളം ഒഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇതാണ് അടുത്ത ലക്ഷ്യം. അതിൻ്റെ ഇടയിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു ഡോഗ് പിറ്റ് ബുള്ളാണ്, ബുള്ളായിട്ട് വന്നിട്ടുണ്ടായി. നാളെ ഇവൻ്റെ ചെവി മുറിക്കണേണ്. അപ്പോൾ ഇവനും ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ പേര് മറന്നുപോയി സത്യം പറഞ്ഞാൽ, എന്താ പേരിട്ടേക്കുന്നത്. അപ്പോൾ അവൻ്റെ ആ കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ വെള്ളം ഒഴിച്ച് നോക്കിയായിരുന്നു. വലിയ ലീക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിനെ വാങ്ങാൻ പോകുക. അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. എന്തായാലും നമ്മൾ ഫിഷിനെ വാങ്ങാൻ പോകണേണ്. അമ്മ എവിടെ പോണേപ്പാ? ഇങ്ങോട്ട് നോക്കി, മീൻ വാങ്ങാൻ പോണേണ്. ആ കുറത്തിലിടാനല്ലേ? പോവാന്നല്ലേ? ഞങ്ങളെന്തായാലും മീനെ വാങ്ങാനായിട്ട് കടയിലെത്തിയിട്ടുണ്ട്. ഡ്രീം പെറ്റ്സ് എന്നാണ് കടയുടെ പേര്. ഒരു അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹ്യൂജായിട്ടുള്ളൊരു ഫിഷിൻ്റെ ഒരു ഷോപ്പാണ്. അത്യാവശ്യം കുറേ അധികം ഫിഷേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറേ ഞങ്ങൾ നോക്കി ഏറ്റവും അവസാനം നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് ആക്റ്റീവായിട്ട് ഫ്ലവർ ഓൺ തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അത്തരത്തിലൊരു മീനിടാം, അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീനിടാം. കുറച്ച് കടിയും മിടിയുമുള്ള ഒരു ഫിഷിനെ വാങ്ങിച്ചിടാനാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞത് ഫ്ലവർ ഓൺ തന്നെയാണ് ഏറ്റവും ബെറ്റർ. അരോണ ഉണ്ടായിരുന്നു, അത് കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ചെറുതുള്ളത് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അരോണ ഫിഷ് തന്നെയാണ്. എന്തായാലും ഒരു 12,000 രൂപയൊക്കെയുള്ള അരോണ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് അടുത്തത്. എന്നിട്ടാ നോക്ക്, എന്ത് മീനാണ് നോക്ക്. വാ, അമ്മയെ നോക്ക്, എന്നിട്ടാ നോക്ക്, തുറക്ക്. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റാണ്, ഗസ്റ്റ്. എന്ത് മീനാ അറിയോ അത്? മീൻ്റെ പേര് പറഞ്ഞിട്ടേ അതതിൻ്റെ തീറ്റയാണ്. ആ തുറക്ക്, നമുക്ക് അതിനകത്തേക്ക് ഇടാം. പൊട്ടിച്ച് ഇതിനകത്ത്
നമ്മൾ വാങ്ങിച്ചേക്കണ ഫ്ലവറോണാണ്. ഫ്ലവറോൺ വിവാദപ്പെട്ട SRD എന്ന് പറയുന്ന ഒരു ഫ്ലവറോണാണ്. ഇതിനെന്തായാലും നമ്മൾ ഈ ഒരു അക്വേറിയത്തിലേക്കാണ് ഇടണത്. ഇതിന് ചെമ്മീൻ അങ്ങനത്തുള്ള ഫുഡുകൾ കഴിക്കും. പിന്നെ അതിൻ്റെ പെല്ലറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ലൈവ് ഫുഡുകൾ കഴിക്കും. ഇങ്ങനത്തെ ഫിഷാണ് വാങ്ങിച്ചേക്കണത്. എന്തായാലും ഇത് ആക്റ്റീവായിട്ടില്ല. ആക്റ്റീവായി ഇടുന്ന വീഡിയോ അടുത്തതിൽ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.